നമുക്കെല്ലാം നമ്മുടെ ശരീരം എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ അത്രയും പ്രിയപ്പെട്ട ഒരു വസ്തുവാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വാസഗൃഹം, നമ്മുടെ വീട്. കാര്യം നമ്മൾ ഉറങ്ങുന്നതും ഉണ്ണുന്നതും നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നതും നമ്മളെ സംരക്ഷിക്കുന്നതും പ്രകൃതിയിൽ നിന്നും മഴയിൽ നിന്നും വെയിലിൽ നിന്നും പലതരം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ സംരക്ഷിക്കുകയും പ്രകൃതിയിലെ ജീവികളിൽ നിന്നും എല്ലാ തരത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മളെ ഏറ്റവും മഹത്തരമായിട്ടുള്ള നമ്മളെ ശരീരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീടാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികരോ അല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മളോ വെച്ചൊരു വീടായിരിക്കും. നമ്മളെത്രയോ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമ്മളൊരു വീട് വെച്ചിട്ടുണ്ടാവും. ഒരിക്കലും ആ ഒരു വീടിനെ നമ്മൾ ഒരിക്കലും ദോഷം പറയരുത് എന്നുള്ളത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മളെ വീടിന് നമ്മൾ ചിലപ്പോൾ പലരും വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ പലതരം ജ്യോതിഷപരമായിട്ടോ ഒക്കെ നോക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ പല ആളുകളുടെ കാഴ്ചയിലായാലും അതിന് പലതരം കുറവുകളും കുറ്റങ്ങളും ദോഷങ്ങളും ഒക്കെ മറ്റുള്ളവർ കണ്ടേക്കാം, പറഞ്ഞേക്കാം. മറ്റുള്ള ആളുകളുടെ വീടിൻ്റെ അത്ര ഭംഗിയോ അല്ലെങ്കിൽ അത്ര സൗകര്യങ്ങളോ അല്ലെങ്കിൽ അത്ര എടുപ്പോ ഒന്നും ചിലപ്പോൾ നമ്മളെ വീടിന് ഉണ്ടായിരിക്കുകയില്ല. പല ആളുകളുടെയും നോട്ടത്തിൽ പല കുറവുകളും കണ്ടേക്കാം. പക്ഷേ കാക്കയ്ക്ക് തൻകുഞ്ഞി പൊൻകുഞ്ഞി എന്ന പോലെ നമുക്ക് നമ്മുടെ വീട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതാണ് നമുക്ക് ഏറ്റവും വലുത്. കാര്യം അതിലൊരിക്കലും നമ്മൾ ദോഷങ്ങൾ കാണാൻ പാടില്ല എന്നുള്ളതാണ്. കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ വീടിൻ്റെ ദോഷങ്ങൾ ഒരിക്കലും നമ്മൾ വായ കൊണ്ട് പറയാൻ ശ്രമിക്കരുത്. ഇനി അഥവാ നമുക്ക് ആ ജീവിതത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവുക. ആ സമയത്തും അതിന് പലതരം ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ പറയപ്പെടുകയാണെങ്കിൽ പോലും നമ്മളൊരിക്കലും അതൊരിക്കലും ഒരു വലിയ ഒരു പ്രശ്നമാക്കി വെക്കരുത്. കാരണം നമ്മളെ ഇത്രയും കാലം നമ്മളെ സംരക്ഷിച്ചതും നമ്മളെ പൂർവികരെയും സംരക്ഷിച്ചതും ഈ വീട് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ആ വീടിന് എപ്പോൾ നമ്മൾ ദോഷം പറയുന്നോ അത് തൊട്ടാണ് യഥാർത്ഥത്തിൽ ദോഷം തുടങ്ങുക. കാര്യം നമ്മൾ ഈ ഒരു വാസ്തുശാസ്ത്രം എന്നുള്ളത് നമ്മുടെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെയധികം പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടാകുന്നൊരു മേഖലയാണ്. കാരണം നമ്മളെ പ്രതിദാനം ചെയ്യുന്ന നമ്മളെ വീടിന് നമ്മൾ ചെറിയ ദോഷങ്ങൾ കണ്ട് നമ്മളെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ വാസ്തുവാണ് അല്ലെങ്കിൽ ഈ വാസ്തുദോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുകയും ആ തരത്തിൽ നമ്മളെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്യുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കതിൽ ഡയറക്ഷൻ തരുന്ന ആളുകൾ പല ആളുകളുണ്ടായിരിക്കും. ആദ്യമൊന്നും അടിവരയിട്ട് പറയട്ടെ, ഇതിലൊന്നും ശരിയായ വിശ്വാസവും അതുപോലെ പഠനം നടത്തിയവരോ അനുഭവമുള്ളവരോ ആയിരിക്കുകയില്ല തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. കാരണം വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഗൂഢമായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയൊന്നുമല്ല. അത് വളരെ കോമൺ സെൻസ്, അതായത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ അതിൽ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മളെ വീട് പരിസരം, വീട് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അത്ര കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം അവിടെ പിന്നെ കല്ല് വെച്ചാൽ പ്രശ്നം, ഇവിടെ ചൂല് വെച്ചാൽ പ്രശ്നം, അല്ലെങ്കിൽ അവിടെ മുറം വെച്ചാൽ പ്രശ്നം, ക്ലോക്ക് ഇവിടെ തൂക്കിയ പ്രശ്നം, എന്തിന് സോപ്പും വെട്ടി ഇവിടെ വെക്കാൻ പാടില്ല, വെട്ടുകത്തി അവിടെ വെച്ചാൽ പ്രശ്നം, തുണി തോരയിട്ടാൽ പ്രശ്നം, ഇതൊക്കെ പ്രശ്നമാണ് എങ്കിൽ അപ്പം നമുക്ക് ഇതിൽ യാതൊരു റോളും ഇല്ലേ നമ്മളെ ജീവിതത്തിൽ? നമുക്ക് വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആരുണ്ടാക്കിയതാ? ഈ വീടുണ്ടാക്കിയതാണ്. ആ വീട് ഒരു അനങ്ങാതെ അവിടെ ഇരിക്കുന്നതല്ലേ. അതിനെക്കൊണ്ട് എന്തെങ്കിലും ഈ ലോകത്തെ ഒരു ശല്യം ആർക്കെങ്കിലും ഉണ്ടോ? ഒരു മരത്തിനെ കൊണ്ട് എല്ലാവർക്കും ഉപകാരം, തണല്, അതുപോലെ പക്ഷിമൃഗാദികൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം, അതുപോലെ പിന്നെ പുഷ്പങ്ങൾ, കായ്കൾ, ഇതര ആളുകൾക്ക് പ്രകൃതിക്ക് ഗുണകരമായിട്ടല്ലേ ഒരു വൃക്ഷം നിൽക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ അതിനെക്കൊണ്ട് ഉപദ്രവമുണ്ടോ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വീടിനെ കൊണ്ട് എന്ത് ഉപദ്രവമാണ് മറ്റുള്ളവർക്ക് ഉള്ളത്? അയൽപക്കക്കാർക്ക് ഉപദ്രവമുണ്ടോ?
നമ്മുടെ വീട്ടുകാർക്ക് ഉപദ്രവമുണ്ടോ? എങ്ങനെയാണ് അത് ഉപദ്രവമായി മാറുന്നത്? അതിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിത രീതിയും ജീവിത ശൈലിയും അവർ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളായിരിക്കും 90%. വീടിനെ സംബന്ധിച്ചുള്ള ചില അപാകതകൾ വരട്ടെ, അത് നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാം. പക്ഷെ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ വീടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ആ വീട് പൊറുക്കുകയില്ല. അതൊരിക്കലും നമ്മളെ പൂർവികർ പൊറുക്കുകയില്ല. ഒരിക്കലും നമ്മളെ കുലദേവത പൊറുക്കുകയില്ല. ആ വീട്ടിൽ വസിക്കുന്ന ഒരു കുലദേവതയുണ്ട്. ഒരിക്കലും ആ കുലദേവത നിങ്ങളോട് പൊറുക്കുകയില്ല, ഒരിക്കലും പൊറുക്കുകയില്ല. അതുകൊണ്ട് ചെറിയ 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 മൈനായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഇതുകൊണ്ടാണ് പ്രശ്നം എന്ന് നമ്മൾ വരുത്തി തീർത്തു കഴിഞ്ഞാൽ അതിലും വലിയൊരു ശാപം, ഗൃഹശാപം നിങ്ങൾക്കുണ്ടാവും. കാരണം വീട് ഒരു ജീവനുള്ള വസ്തുവായിട്ടാണ് നാം കണക്കാക്കുന്നത്. നാം അത്ര ഒരു പവിത്രമായിട്ടാണ് ഒരു വീടിനെ കാണുന്നത്. ആ തരത്തിലാണ് ഞാൻ എന്നെ പോലുള്ള കുറച്ചാളുകൾ വാസ്തുശാസ്ത്രത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും നമ്മുടെ വീടിനെ ഒരു കാരണവശാലും നമ്മൾ ദോഷം പറയരുത് എന്നുള്ള കാര്യം നിർബന്ധമാണ്. അതുപോലെയുള്ള വീട്ടിലുള്ള അമംഗള വസ്തുക്കൾ, വീട്ടിൽ മാറാല കെട്ടി കിടക്കുക, അല്ലെങ്കിൽ വൃത്തിയില്ലാതിരിക്കുക, നമ്മൾ വൃത്തിയായിട്ട് നടക്കാതിരിക്കുക, നമ്മുടെ അടുക്കള വൃത്തിഹീനമായിരിക്കുക, നമ്മളെ കിടപ്പറ വൃത്തിഹീനമായിരിക്കുക, നമ്മൾ ഒരുപാട് റൂമുകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതൊന്നും നോക്കാതെ അതൊക്കെ പൊടി പിടിച്ച് കിടക്കുക, വീടിൻ്റെ ചുറ്റുപാട് വൃത്തിയില്ലാതെ നടക്കുക, ചളിവെള്ളം മലിനജലം കെട്ടിക്കിടക്കുക, അതുപോലെ വീട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, ഇത്തരത്തിലുള്ള പല അപാകതകളും ആ വീടിനുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് 100% ഉത്തരവാദിത്വം അതിൽ ജീവിക്കുന്ന വ്യക്തികളാണ്, ആളുകളാണ്. ആ ആളുകളെയാണ് നമ്മൾ അതിന് തിരിച്ചറിയേണ്ടത്. ഒരിക്കലും ആ ഗൃഹത്തിനെയല്ല. ഒരിക്കലും ഗൃഹത്തിനെ ദോഷം പറയരുത് എന്നുള്ളത് അടിവരയിട്ട് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. വാസ്തു ദോഷം എന്ന് പറയുന്നത് എന്താണ് ദോഷം? വാസ്തുവിനെ കൊണ്ടെന്താണ് ദോഷം? ഈ ഭൂമിനെ കൊണ്ടെന്താണ് നമുക്ക് ദോഷമുള്ളത്? നമുക്ക് ചവിട്ടി നടക്കാനുള്ള ഇത്രയും സർവം സഹായമായിട്ടുള്ള ഭൂമിക്ക് എന്താണ് ദോഷം? നമ്മളെ സംരക്ഷിക്കുന്ന ഈ വീടിന് എന്താണ് ദോഷം? ആരാണ് ഈ വീടിന് ദോഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ദോഷത്തിനുള്ള കാരണം അന്വേഷിച്ചാൽ അതിന് ഉത്തരവാദികൾ നാമായിരിക്കും. ഈ വീട് നിർമ്മിച്ചതും നമ്മളല്ലേ. ആ വീടിന് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിർമ്മാണത്തിൽ അതിൽ വേണ്ട രീതിയിൽ കാറ്റും വെളിച്ചവും ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള സാഹചര്യമില്ലെങ്കിൽ അതിന് ഉത്തരവാദി വീടല്ല, അതുണ്ടാക്കിയ നമ്മളാണ്. നോക്കൂ, നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ സ്വയം ഉണ്ടായതാണ്. നമ്മളൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ആരും ഉണ്ടാക്കിയതല്ല, നമ്മളെ രൂപകൽപ്പന ചെയ്തതല്ല മനുഷ്യൻ. അതവിടെ സ്വയം രൂപകൽപ്പന അത് ആയിത്തീരുകയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ വീട് വെറുതെ പൊട്ടിമുളച്ചുണ്ടായതല്ല. വീട് നമ്മളൊരു വിത്ത് നട്ടാതെ വീട് ഇങ്ങനെ പൊട്ടിമുളച്ചുണ്ടായതല്ല. ആ വീട് നമ്മളെ ബുദ്ധിക്കും അറിവിനും അനുസരിച്ച് നമുക്ക് ഡയറക്ഷൻ തന്ന വാസ്തുശില്പിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഡയറക്ഷൻ തന്ന അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് ഉണ്ടാക്കിയതാണ്. അത് ആ വീടിനല്ല ദോഷം, ആ ഉണ്ടാക്കിയവർക്കുള്ള അറിവില്ലായ്മയാണ്, വിവരമില്ലായ്മയാണ്. അതിന് ഈ വീടിൻ്റെ കുറ്റവും പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ ശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞ് വാസ്തു എന്നും ജ്യോതിഷമെന്നും പറഞ്ഞ് ഒരിക്കലും നമ്മുടെ വീടിനെ കുറ്റം പറയരുതേ, ഒരിക്കലും പറയരുത്. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷം. വീടിന് എന്തെങ്കിലും അപാകതകളുണ്ട്, നിർമ്മാണത്തിൽ അപാകതകളുണ്ടെങ്കിൽ ആ അപാകതകൾ പരിഹരിക്കാനുള്ള അവസ്ഥകൾ നമുക്കുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വെളിച്ചവും വായുവും, ഇതിനാണ് പ്രധാനം. വായുവും വെളിച്ചവും വെള്ളവും അതുപോലെ ഒഴിഞ്ഞ സ്ഥലം, ഇതൊക്കെയാണ് അതിൽ പ്രധാന ഘടകങ്ങൾ. കന്നിമൂലയിൽ പ്രശ്നം, അഗ്നിമൂലയിൽ പ്രശ്നം, വായുമൂലയിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. പിന്നെ നമുക്ക് എവിടെയാണ് ഒരു ഭൂമി, ഒരു തുണ്ട് ഭൂമിയിൽ നമുക്ക് എവിടെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സ്ഥലം? ഇവർ ഈ പറയുന്നത് പോലെയൊക്കെയാണെങ്കിൽ ഇതൊന്നുമല്ല വാസ്തുശാസ്ത്രം. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിനൊരു മിനിമം ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് വാസ്തുശാസ്ത്രത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും ഒരു വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റില്ല. ഒരു വീട്ടിൽ നമുക്ക് വാസ്തുവിൻ്റെ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ, അന്ധവിശ്വാസങ്ങൾ
അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലും നമുക്ക് വിശ്വസിച്ച് താമസിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ശരിയാകേണ്ടത് നമ്മളാണ്. അത് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ പണിക്കാരാണ്, അതിന് രൂപകൽപ്പന ചെയ്യുന്നത് അതിൻ്റെ വാസ്തു വിദഗ്ധന്മാരാണ് ശരിയാവേണ്ടത്, ഒരിക്കലും വീടല്ല. ഉണ്ടാക്കിയ വീടിനെ, നമ്മൾ താമസിക്കുന്ന വീടിനെ ഒരു കാരണവശാലും കുറ്റം പറയരുത്. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ സന്ധിയില്ല പോരാട്ടം നമ്മൾ നിർബന്ധമായിട്ടും നടത്തണം. ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പോയി ആരും വീഴരുത്.